വെൽക്കം ബാക്ക്. അതെ, അപ്പോൾ ഏറ്റവും പുതിയ സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. അതെ, നമ്മുടെ ടോവിനോയെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. അതെ, പള്ളിച്ചട്ടമ്പിയിലെ ഒരു ചെറിയ ഗ്ലിംസ് ഗ്ലിംസ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു മോഷൻ പോസ്റ്റർ എന്നൊക്കെ പറയാം. പോസ്റ്റർ അത്രേ ഉള്ളൂ ശരിക്കും വീഡിയോ അല്ലേ. ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒക്കെ പോലത്തെ ഒരു വീഡിയോ അനൗൺസ്മെന്റ്. ദ ഒറിജിൻ ആണ് ആ വീഡിയോന്റെ ടാഗ് ലൈൻ ഒക്കെ. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ച് റിയാക്ഷൻ. അതെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേൾഡ് വൈഡ് ഫിലിംസ്. പള്ളിച്ചട്ടമ്പി സെറ്റപ്പാന്ന് കൊണ്ടിട്ടാ ബാക്ക്ഗ്രൗണ്ടിലെ പള്ളി സ്റ്റണ്ട് സീനാന്ന് കൊണ്ടിവിടെ അല്ലേ. ഫുൾ ലാംഗ്വേജ്. 9th ഏപ്രിൽ. എന്റെ പൊന്നു, ഏപ്രിൽ എത്ര പടങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പാനന്തിനും കൂടി വരികയാണ്, പള്ളിച്ചട്ടമ്പി, ടോവിനോന്റെ വക. അതെ, ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പടം. അതെ, അത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പടങ്ങൾക്കൊക്കെ ശേഷം ഡിജോ ജോസ് ആന്റണി ചെയ്യുന്ന 4ാമത്തെ പടമാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പറഞ്ഞ ഒട്ടുമിക്ക പടങ്ങളും ലെവലിലുള്ള പടങ്ങളാണ്. അതെ, ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ശരിക്കും. ഇപ്പൊ എല്ലാ ഭാഷയിലുള്ള പടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മറ്റുള്ള ഭാഷകളിലുള്ള ആളുകളും എല്ലാ ഭാഷയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെ, പാൻ പറയുന്നത് വലിയൊരു സംഭവമായിട്ട് ഇപ്പൊ എടുത്തു പറയേണ്ട കാര്യം ഇല്ലാന്ന് തോന്നുന്നു. പറഞ്ഞതൊട്ടുമിക്കതും പാനിന്ത്യനാണ് അല്ലേ. അതങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഈ മോഷൻ പിക്ചർ കണ്ടിട്ട് ഒരു പഴയ കാലഘട്ടമാണ് ശരിക്കും. അതെ, മറ്റേ ആർ പോലത്തെ മുടിയൊക്കെ പറ്റ വെട്ടിട്ട് മീശയൊക്കെ പിരിച്ചിട്ടുള്ള ഒരു ടൊവിനോ അല്ലേ. അതെ, ഇനി വേറെ എന്തെങ്കിലും ഗെറ്റപ്പ് ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇനി ആർ പോലത്തെ വേറെ കുറെ ടീമുകൾ വരുന്നുണ്ടോ ടൊവിനോന്റെ പോലത്തെ എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഇപ്പൊ പള്ളിച്ചട്ടമ്പി, അത് പള്ളി അല്ലെങ്കിൽ ഉത്സവപ്പറമ്പ് അങ്ങനെ കിടക്കുന്നത് പഴയ കാലത്തെ ചട്ടമ്പികളുണ്ട്. ആ രീതി മോഷൻ പിക്ചർ കണ്ടിട്ട് അങ്ങനെ പറയുന്നു. ഒന്നും അറിയില്ല. സിനിമയെ പറ്റിയുള്ള ചെറിയ പോസ്റ്ററുകളും ചെറിയ അപ്ഡേഷൻസും മാത്രമേ പറയേണ്ടത്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെക്സ് ബിജോയ്. അതെ, അടിപൊളി. അത് നമ്മൾ എടുത്തു പറയുന്നത് മോഷൻ പിക്ചറിൽ കൊടുക്കുന്ന മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിടിയലിനായിട്ടുണ്ട്. ഈ ഒരു സാധനം ഇമ്പാക്ട് തിയേറ്ററിൽ കിട്ടിയാൽ മതി. സിനിമ ഒരു പകുതി ലെവലിൽ കയറി അല്ലേ. ഈ ഒരു ഇമ്പാക്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടി കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ ഒരു പകുതി വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കഥാപാത്രങ്ങള് അല്ലേ. ഈ സിനിമാറ്റോഗ്രാഫി ഒക്കെ കാണുമ്പോൾ അത് ഒരു മോഷൻ പിക്ചർ പോലെയാണ്. ആ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഉഗ്രനാവും. പിന്നെ സിനിമ ഉഗ്രനാവും. ടോവിനോ പോലെ ഒരു ഒന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ കുറിച്ച്. പിന്നെ ഇരിങ്ങാലക്കുടക്കാരൻ, നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരനാണ്. അതെ, നമ്മുടെ സ്വന്തം ടൊവിനോ. ടൊവിനോന്റെ അടുത്ത പടം ഇതൊരു ഗംഭീര പടമാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പടത്തിന്റെ ക്ഷീണം ചിലപ്പോ ആള് ഡിജോ ജോസ് ആന്റണി ഈ പടത്തിൽ ചിലപ്പോ തീർക്കും. ഗംഭീരമായി ഒരു തിരിച്ചുവരവായിരിക്കും ചിലപ്പോ. തീർച്ചയായും ഒരു നല്ല പടമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷെ ഈ ഡേറ്റ് നമ്മൾ ഓർക്കണം. അതായത് ഈ ഏപ്രിൽ 9 എന്ന് പറയുന്ന ഡേറ്റ് ഓർക്കണം. കാരണം ഈ ഏപ്രിൽ മാസത്തിൽ വൻ റിലീസുകളാണ് വരാനിരിക്കുന്നത്. ആട് 3, അതുപോലെ തന്നെ ദൃശ്യം 3, അങ്ങനെ കുറെ പടങ്ങൾ, വാഴ 2, അങ്ങനെ കുറെ പടങ്ങൾ ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, പറയാം. അതായത് പള്ളിച്ചട്ടമ്പി വരുന്നുണ്ട്, അത് 9-ാം തീയതി. പാട്രിയോട്ട് ഏപ്രിൽ 23. പിന്നെന്തിട്ടാ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട് ഏപ്രിൽ 3-ന്. പിന്നെ ഏപ്രിൽ 2-ന് വരുന്ന 2 പടങ്ങളാണ് വാഴ 2-ഉം ദൃശ്യം 3-യും. പിന്നെ ആട് 3. ഇതൊക്കെ അയ്യോ, അതൊക്കെ ഇറങ്ങുന്നതൊക്കെ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന പടങ്ങളാണ്.
ഗംഭീരാവും ചിലപ്പോ. ആട് 3 പക്ഷെ മാർച്ചിനാണെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. മാർച്ച് 19-നാണെന്ന് തോന്നുന്നു ആട് 3 വരുന്നത്. അതുപോലെ തന്നെ കാട്ടാളൻ മെയ് 14-നൊക്കെ വരുന്നുണ്ട്. കാട്ടാളൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിരടി ടൊവിനോയും മറ്റേ ബേസിൽ ജോസഫും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന പടം. അതും ഒരു മെയ് 14-നൊക്കെ റിലീസ് വരും. മോളിവുഡ് ടൈംസ്, നമ്മൾ പറഞ്ഞ മോളിവുഡ് ടൈംസ് വരുന്നത് മെയ് 15-നാണ് റിലീസ് വരുന്നത്. അത് വരുന്നത് ഏപ്രിൽ 23-നാണ് വരുന്നത്. അതും മോഹൻലാലും മമ്മൂട്ടി, കുഞ്ചാക്കോ ബാബൻ, ഫഹദ് ഫാസിൽ, അങ്ങനെ നീണ്ട താരം തന്നെയുണ്ട് ആ പടത്തില്. നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഗംഭീര മലയാള സിനിമകളുടെ വരവിനായിട്ട് ഏപ്രിൽ മാസം, ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാണല്ലോ. ഈ മാസം നമ്മുടെ ഈ പച്ച നമ്മൾ പേര് ടൈറ്റിൽ മറന്നു വരുന്നത്, അത് തെറ്റി പോരുത്. അത് മോഹൻലാലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട്. മോഹൻലാൽ മറ്റേ ഒഴിച്ചിൽ നിർത്തിയിട്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയില് ബുക്ക് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ആദ്യം മമ്മൂട്ടി ഫാൻസ് മാത്രം ഒരു ഹൈപ്പ്, അതിനിടയിലാണ് ഇപ്പൊ മോഹൻലാലും റൂമർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും അങ്ങനെ ഒരു ഹൈപ്പ് കയറുന്നുണ്ട് പടത്തിന്. ശരിക്കും മോഹൻലാലിന്റെ മരുമകൻ എന്നുള്ള രീതിയിൽ, അതായത് മോഹൻലാലിന്റെ മരുമകനായിട്ട് ആണ് അതിന്റെ ഡയറക്ടർ. ശരിക്കും ഒരു നല്ല പടമായിരിക്കും അത് ശരിക്കും. അല്ലെ, നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതെ, പള്ളിച്ചട്ടമ്പിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 9-ാം തീയതി അറിയാം. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് അതിന്റെ ട്രെയിലറുകൾ വരാനുണ്ട്, സോങ്സ് വരാനുണ്ട്. ചിലപ്പോ നല്ല കിട്ടിയുള്ള സോങ്സ് ഒക്കെ ഉണ്ടാവും. ടൊവിനോന്റെ പടത്തിലെ ഹൈലൈറ്റ് മുണ്ടൊക്കെ മടക്കി കുത്തി, പറ്റ മീശ ഒക്കെ സെറ്റാണ്. കൊള്ളാം സംഭവം. ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് മാറും ചിലപ്പോ. ഈ പടം ഹൈലൈറ്റ് ആയിട്ട് അങ്ങനെ മാറട്ടെ. അതെ, അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ടൊവിനോയ്ക്കും പള്ളിച്ചട്ടമ്പി ക്രൂസിനും മലയാള സിനിമയ്ക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.